വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച നടനാണ് മണിക്കുട്ടൻ. പിന്നീട് വലുതും ചെറുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അവതരിപ്പിച്ചു. എങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 3യിലൂടെയായിരുന്നു അദ്ദേഹം കൂടുതലും ശ്രദ്ധ നേടിയത്. പിന്നീട് അങ്ങോട്ട് മണിക്കുട്ടന്റെ കരിയർ തന്നെ മാറി മറഞ്ഞു എന്ന് വേണം പറയാൻ. ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ബിഗ് ബോസ് മലയാളം സീസൺ 3യുടെ വിന്നറാണ് മണിക്കുട്ടൻ. ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 3യുടെ വിന്നർ എന്ന പേരിലാണ് നടൻ മണിക്കുട്ടൻ അറിയപ്പെടാറുള്ളത്. എന്തൊക്കെയായാലും 2020 പുറത്തിറങ്ങിയ മരക്കാർ എന്ന സിനിമയിലായിരുന്നു അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. പിന്നീട് അഭിനയത്തിൽ നിന്നും അല്പം മാറി നിൽക്കുകയായിരുന്നു മണിക്കുട്ടൻ. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും മണിക്കുട്ടൻ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ടായിരുന്നു. മണിക്കുട്ടന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു. 37 വയസ്സുകാരനായ മണിക്കുട്ടൻ ഇതുവരെയായിട്ടും വിവാഹിതനായിരുന്നില്ല. 1986 മണിക്കുട്ടൻ ജനിച്ചത്. എന്തൊക്കെയായാലും അദ്ദേഹം വിവാഹിതനാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സത്യമല്ല എന്ന് പ്രതികരിച്ചുകൊണ്ട് മണിക്കുട്ടൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെയും തുറന്ന് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ആ പ്രണയം മുന്നോട്ട് പോയില്ല, അതോടെ പ്രണയവിവാഹം ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നും മണിക്കുട്ടൻ തുറന്ന് സംസാരിച്ചിരുന്നു. വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ആലോചനകൾ വീട്ടിൽ നടക്കുന്നുണ്ട് മണിക്കുട്ടന്. ഇതുവരെ ഒന്നും റെഡിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിവാഹത്തെക്കുറിച്ചും വിവാഹ സങ്കല്പത്തെക്കുറിച്ചും മണിക്കുട്ടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാവണം. എൻ്റെ വീട്ടുകാർക്കും അവളെ ഇഷ്ടപ്പെടണം. എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനുള്ള ഒരു കഴിവ് അവൾക്കുണ്ടാക്കണം. കൂടുതൽ പണവും പത്രാസും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. നടിയായാലും പ്രശ്നമില്ല. എൻ്റെ കരിയറിനെ മനസ്സിലാക്കുന്നവളായിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചാൽ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് തീർച്ചയായിട്ടും കിട്ടും. അന്ന് ഞാൻ വിവാഹിതനാകും എന്നായിരുന്നു മണിക്കുട്ടൻ്റെ വാക്കുകൾ. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് മണിക്കുട്ടനെ ആശംസകൾ അറിയിച്ചും എത്തിയത്. 38 വയസ്സായതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ്റെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം വൈറലാകാറുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും മണിക്കുട്ടൻ നിലവിൽ വിവാഹത്തെക്കുറിച്ച് ഒന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചും പലപ്പോഴായിട്ടും തുറന്നു പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞതാണ് വിവാഹ സങ്കല്പങ്ങൾ. എന്തൊക്കെയായാലും മണിക്കുട്ടൻ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക.